ഇന്ന് നമ്മുടെ ഫുക്കറ്റിലെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ 7:30 ആയപ്പോൾ തന്നെ നമ്മളെല്ലാവരും റെഡിയാണ്. കാരണം ഹോട്ടൽ ട്രാൻസ്ഫർ അടക്കമാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നേരെ ഫിഫി ഐലൻഡ് ടൂറിലേക്കാണ് പോകുന്നത്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ രാവിലെ 7 o'clock ആയപ്പോൾ നമ്മുടെ ഡ്രൈവറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു 7:30 വിൽ ബി ദ പിക്കപ്പ് ടൈം. സോ അങ്ങനെ ഞങ്ങൾ 7:30 ആയപ്പോഴത്തേക്കും ലോബിയിൽ റെഡി ആയിരുന്നു. അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായ ഏഷ്യ മറീനയിലേക്ക് എത്തി. രാവിലെ 9 മണിക്ക് നമ്മൾ ചെക്കിൻ എല്ലാം ചെയ്തു. അവിടുത്തെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എൻജോയ് ചെയ്തു അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ഫിഫി ഐലൻഡ് ടൂർ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇതാ ഫിഫി ഐലൻഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 1 hour സെയിലിങ്ങിന് ശേഷം നമ്മൾ ഇതാ വൈക്കിംഗ് കേവിൽ എത്തിയിരിക്കുകയാണ്. വിംഗ്ലെറ്റ്സ് എന്ന് പറയുന്ന ഒരുതരം പക്ഷികളുടെ കൂട് കാണാനാണ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ചൈനീസ് ക്യൂസീനിൽ ബേർഡ്സ് നെസ്റ്റ് സൂപ്പ് എന്ന് പറയുന്ന ഒരു ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സൂപ്പുണ്ട്. ആ സൂപ്പ് ഉണ്ടാക്കുന്നത് ഈ ബേർഡ്സിന്റെ നെസ്റ്റ് വെച്ചിട്ടാണ്. അവിടുന്ന് നേരെ നമ്മൾ പിലെ ലഗൂൺ എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്ക് പോയി. ഇവിടെയാണ് സ്വിമ്മിംഗ് പോസിബിലിറ്റി ഉള്ളത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ടോർക്കിസ് കളർഡ് വാട്ടറും ചുറ്റുമുള്ള ലൈം സ്റ്റോൺ ക്ലിഫിന്റെ ഇടയിൽ കിടന്നുള്ള സ്വിമ്മിംഗ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്ത പ്ലേസ് ആണ് ടോൺസൈ ബേ. ഇവിടെ നമ്മൾ സ്നോർക്കൽ ചെയ്യുന്നുണ്ട്. പവിഴപ്പുറ്റുകളുടെയും ഡിഫറെന്റ് കളർഫുൾ ആയിട്ടുള്ള മീനുകളുടെ ഇടയിൽ കിടന്നിട്ടുള്ള സ്നോർക്കലിംഗ് നല്ല രസമാണ്. സ്നോർക്കലിംഗ് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നീട് അതിന്റെ ട്രാക്കിലേക്ക് നമ്മൾ എത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ സ്നോർക്കൽ ചെയ്തു. നെക്സ്റ്റ് സ്റ്റോപ്പാണ് മായ ബേ. ഇതാണ് മായാബേയുടെ സ്റ്റോപ്പിംഗ് പോയിന്റ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 5 minutes വാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ മായാബേ ബീച്ചിലെത്തും. തായ്ലൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് മായാബേ ബീച്ച് തന്നെയാണ്. ഇവിടെ സ്വിമ്മിംഗ് അലൗഡ് അല്ല, കാരണം അവിടെ ചെറിയ ഷാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് 1 hour മായാബേ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിലെത്തി. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ആണ് മങ്കി ഐലൻഡ്. ഇതാണ് മങ്കി ഐലൻഡിലെ മങ്കി ബീച്ച്. ഇവിടെ മങ്കീസ് ആണ് ഈ ഐലൻഡിലെ റെസിഡൻസ്. നമ്മളവിടെ ചെല്ലുന്നവർ അത്ര ഹാപ്പി ഒന്നും അല്ലെങ്കിലും അവരുടെ കൂടെ നിന്ന് എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ആണ് ഫിഫി ഡോൺ ഐലൻഡ്. ഇതാണ് സെൻട്രൽ ഐലൻഡ് ഓഫ് ഫിഫി ഐലൻഡ്സ്. ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ലഞ്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അവിടെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഇൻ്റർനാഷണൽ ബുഫേ ഒക്കെ കഴിച്ചു. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ സോവനീർസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങളുടെ ബോട്ടിലെത്തി. ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മളുടെ ഈവനിങ് സ്നാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കായ്നോക്ക് ഐലൻഡിലാണ്. അങ്ങനെ ആ ഈവനിങ്ങും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് by 6 o'clock എത്തി.